നമസ്കാരം. നമ്മൾ മലയാളികളുടെ സാംസ്കാരിക മികവിനെ പറ്റിയിട്ട് ദേശീയ മാധ്യമങ്ങൾ വരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. മലയാള സിനിമയിലെ ഞരമ്പന്മാരെ പറ്റി, ഞരമ്പ് രോഗികളെ പറ്റിയിട്ട്, നമ്മളുടെ മാതൃകാ പുരുഷന്മാരാകേണ്ട സിനിമാ നടന്മാരെ പറ്റിയിട്ട്, താരരാജാക്കന്മാരെ പറ്റിയിട്ട് നമ്മളുടെ മാധ്യമങ്ങൾ ഘോരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഇതിനൊക്കെ തടയിടേണ്ട, നിയന്ത്രിക്കേണ്ട നമ്മുടെ സർക്കാരിലെ CPM-ലെ അഥവാ LDF-ലെ മുഴുവൻ അവന്മാരും തൂണി ഉരിഞ്ഞിട്ട് ഇവന്മാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതിന്റെ ഉദാഹരണമാണ് 3 കേസിൽ ആരോപണ വിധേയനായ നമ്മുടെ നടൻ മുകേഷിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പോലീസ് കാവലോടുകൂടി ഇവനെ കെട്ടിയെഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്നത് എന്നോർക്കുമ്പം നമ്മളുടെ മലയാളികളുടെ തല കുനിയണം. നമുക്ക് നാണമുണ്ടെങ്കിൽ നമ്മളുടെ തല കുനിയണം. നിങ്ങൾ കാണുന്നുണ്ട്, മുകേഷിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് CPM-നകത്തെ തന്നെ സ്ത്രീകളടക്കം രാഷ്ട്രീയ പിന്തുണ കൊടുക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ CPM-ന്റെ ഞരമ്പന്മാരായിട്ടുള്ള നേതാക്കന്മാര് പറയുന്നു, കോൺഗ്രസ്സുകാർ ചെയ്തില്ലേ, BJP-ക്കാർ ചെയ്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നതാണോ മാന്യത എന്ന് ഓരോ മലയാളികളും ചിന്തിക്കണം. കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ടി വരുന്നത് നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാണ് എന്നുള്ള ധാരണ നിങ്ങൾക്ക് വേണം. 3 കേസിലെ ബലാത്സംഗ വീരൻ അവൻ ഉണ്ടായ കാലം മുതല് അവന്റെ ഭാര്യമാരെ സഹിതം നാട് നീളെ അവൻ നടന്ന് അക്രമം കാണിച്ചിട്ട് അവനെ നിയന്ത്രിക്കാൻ ശ്രമിക്കാതെ അവന് വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കുന്ന നമ്മളുടെ LDF സർക്കാർ, പിണറായി വിജയൻ സർക്കാർ, അവർക്കോ നാണമില്ല. പക്ഷേ നമ്മൾ മലയാളികൾക്ക് തലകുനിയണം. കാരണം ഇന്ന് ലോക മാധ്യമങ്ങളിലും ദേശീയ മാധ്യമങ്ങളിലും ഇതാണ് ചർച്ച. മലയാളിയുടെ ഞരമ്പ് രോഗത്തെ പറ്റിയാണ് ചർച്ച. പക്ഷേ ഇത്രയൊക്കെ ചർച്ചകൾ ഉണ്ടായിട്ടും ഇവർക്കെതിരെ ഈ LDF-ന്റെ ഭാഗത്ത് നിന്ന് ആകെ 2 സ്ത്രീകൾ മാത്രമാണ് മുന്നോട്ട് വിമർശിച്ചു കൊണ്ടുവന്നത്. ഒന്ന് നമ്മളുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആനി രാജ, രണ്ടാമത് ഇവന്മാരുടെ തന്നെ CPM-ന്റെ കേന്ദ്ര നേതൃത്വത്തിൽ ഭരിക്കുന്ന സുഭാഷിണി അലി. ഇങ്ങനെ 2 പേര് മാത്രമാണ് ഇവരെ വിമർശിച്ചത്. ബാക്കി മേളിൽ നിന്ന് താഴെ വരെയുള്ള സഹാക്കിളിയല്ല, എന്തോ കിളി ആയാലും വേണ്ടില്ല, സഹാത്തിമാര് അവര് വരെ ഇവനെ സപ്പോർട്ട് ചെയ്യുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള സ്ത്രീകൾ വരെ ഇവന്മാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇവന്മാര് പീഡനം നടത്തുന്നതും അതിനുശേഷം മലയാളികളുടെ അണ്ണാക്കി കൊടുത്തുകൊണ്ട് പോലീസ് സംരക്ഷണയിൽ കേരളത്തിലുടനീളം അഴിഞ്ഞാടി നടക്കുന്നത്. എന്നിട്ട് രാജിവെക്കില്ല എന്ന് പറയുന്നത് എന്ത് ന്യായമാണ് സർക്കാരെ? നാണം വേണം. നാണമില്ലാത്തവന്റെ ആസനത്തിൽ ആല് കളിച്ചാൽ അത് ഒരു തണലാണെന്ന് പറയുന്ന ഈ LDF സർക്കാരിന് നാണമില്ലെങ്കിൽ നാട്ടിലെ ജനങ്ങൾ ഇവനെയൊക്കെ നാണം പഠിപ്പിക്കണം. എന്താണ് നാണമെന്നും എന്താണ് മാന്യതയെന്നും ഞാൻ ഇന്നത് പറയാൻ കാരണമുണ്ട്. ഈ മാസം 18-ാം തീയതി 3.5 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ, 31 വെറും 3.5 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കോഴിക്കോട് മുക്കത്ത് ഒരു ഞരമ്പൻ പീഡനത്തിന് ഇരയാക്കി. ഈ 3.5 വയസ്സുള്ള കുഞ്ഞിന്റെ എന്ത് കണ്ടിട്ടാണ് ഇവന് സോക്കേട് മൂത്തതെന്ന് ഈ ഞരമ്പന്മാർക്ക് ഒക്കെ തന്നെ സോക്കേട് ഉണ്ടാകുന്നതെന്ന് എനിക്ക് ചോദിക്കേണ്ടി വരുന്നത് നിങ്ങളുടെ അവസ്ഥയെ ഓർത്തിട്ടാണ്. നിങ്ങൾക്ക് നാണമില്ല. നിങ്ങളെ ഭരിക്കുന്ന ഇവന്മാർക്കാണ് ഒട്ടുമേ ഇല്ല. പക്ഷേ ചോദിക്കാൻ ആരെങ്കിലും വേണ്ടേ? നിങ്ങളുടെ വീട്ടിലെ 3.5 വയസ്സുള്ള ഒരു പെൺകുഞ്ഞിനെ ഇതുപോലെ ഒരു കാമഭ്രാന്തൻ ഞരമ്പ് രോഗത്തിന് വിനിയോഗിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ അതാണ് നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യും? ഇവൻ ഇംഗ്ലാബ് വിളിച്ച് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുമോ കൊടുക്കില്ലയോ എന്നാണ് CPM-ലെ സ്ത്രീകൾ പറയേണ്ടത്. അതോ നിങ്ങൾ ഇവന്മാർക്ക് വിധേയരാകുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതാണ് നമ്മുടെ നാട്ടിലെ ഇന്നത്തെ അവസ്ഥ. നമ്മുടെ നാട്ടിലെ മലയാളികളുടെ മനസ്സിൽ ഇത്രയധികം സെക്സ് കുത്തി നിറയ്ക്കാൻ മുന്നിട്ട് നിന്നത് ഈ സിനിമാ മേഖല തന്നെയാണ്. ഇവന്മാരും ഇവളുമാരും തുണി അഴിഞ്ഞാടുന്നത് കണ്ടിട്ടാണ് മലയാളിയുടെ മനസ്സിൽ, മലയാളിയുടെ തലച്ചോറിനുള്ളിൽ സെക്സ് എന്ന് പറയുന്ന ഒരൊറ്റ വാക്ക് മാത്രമേ ഉള്ളൂ. വേറെ നാടിനെ പറ്റി അവന് ചിന്തയില്ല, വീടിനെ പറ്റി ചിന്തയില്ല. അതിന് വേണ്ടുന്ന പ്രോത്സാഹനം ചെയ്തു കൊടുക്കാൻ ഈ LDF സർക്കാർ നാട് നീളെ ചാരായ കച്ചവടവും
മയക്കുമരുന്നും വിൽപ്പന നടത്തുകയാണ്. അതല്ല ഈ രാഷ്ട്രീയക്കാരന്റെ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മുഴുവൻ സപ്പോർട്ടോട് കൂടിയാണ്. ഞാനൊരു ഉദാഹരണം പറയാം. തൃശൂർ പോലീസ് അന്വേഷിച്ച് കിലോ കണക്കിന് MDMA വന്ന വഴികൾ തേടിപ്പോയപ്പോൾ ഹൈദരാബാദിൽ നിന്ന് നിർമ്മാതാവിനെ, മാനുഫാക്ചറിനെ അവര് പൊക്കി. അപ്പൊ നമ്മുടെ പോലീസ് വിചാരിച്ചാൽ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടത്താൻ കഴിയും എന്ന് തൃശൂർ പോലീസ് നമ്മളെ ബോധ്യപ്പെടുത്തി തന്നതാണ്. പക്ഷേ അവർക്ക് തടയിടുന്ന ഈ രാഷ്ട്രീയക്കാരൻ, ഭരിക്കുന്ന ഈ ഊളകള്, ഇവന്മാരാണ് നമ്മളെ വെച്ച് ഉറപ്പിക്കാത്തത്. നിങ്ങൾക്ക് നാണമുണ്ടോ? ഞാൻ ഓരോ മലയാളികളോടാണ് ചോദിക്കുന്നത്. 3.5 വയസ്സുള്ള പെൺകുഞ്ഞിന്റെ എന്ത് കണ്ടിട്ടാണ് ഈ തായോളിയൊക്കെ ഈ പണിക്ക് ഇറങ്ങുന്നത്? നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞതാ. എനിക്ക് വയസ്സ് 60 ഉണ്ട്. ഈ 60 വയസ്സുള്ള എന്നെ ഒന്ന് ബോധ്യപ്പെടുത്തിത്താ. ആ കുഞ്ഞിന്റെ എന്ത് കണ്ടിട്ടാണ് അവനത്ര കാമം മൂത്തതെന്ന്? അതിന്റെ കാരണം ഈ സിനിമാ മേഖലയാണ്. ഒരുപാട് ഊളകൾ സിനിമാ മേഖലയെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട്, സഹായിക്കാൻ വേണ്ടിയിട്ട് വാഗ്ധോരണികളുമായിട്ട് വരുന്നുണ്ട്. സിനിമാ നേതാക്കന്മാര്, സർവ്വരാജ്യ സിനിമാ നേതാക്കന്മാര്, അഭിനേതാക്കള്, ഇവന്മാര് ചോദിക്കുന്നത് ഇത് സിനിമാ മേഖലയിൽ മാത്രമാണെന്ന്. എടാ ഊളകളെ, ഈ സിനിമാ മേഖലയിൽ കാണിക്കുന്നത് കണ്ടാണ് മലയാളിയുടെ തലച്ചോറിനുള്ളിൽ ഇത്രയധികം സെക്സ് കുത്തി നടത്തുന്നതെന്ന് നീയൊക്കെ അറിയണം. എന്നിട്ട് നിനക്കൊക്കെ ഉളുപ്പുണ്ടാകണം. നിന്റെയൊക്കെ അവളുമാര് നാടുനീളെ ഉദ്ഘാടനത്തിന് മറ്റേതിന് മരുന്നുടനെ നെഞ്ചത്തും ദേഹത്തും തുണി കാണില്ല. അത് കാണാൻ നീയൊക്കെ വളർത്തിക്കൊണ്ടുവന്ന കുറെ ഊള മലയാളികളും മൈലന്മാര്. എന്നിട്ട് ഇതിനെല്ലാം ന്യായീകരിക്കാൻ നടക്കുന്ന നിനക്കൊന്നും നാണമില്ലടാ. അതുകൊണ്ടാണ് കേരളത്തിലെ ഈ 3.5 വയസ്സുള്ള കുഞ്ഞിന് വരെ പീഡനം ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. ഈ 3.5 വയസ്സുള്ള കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? എന്താണത്? ഈ 3.5 വയസ്സിൽ ആ കുഞ്ഞ് ചെയ്ത തെറ്റെന്താണ്? നമ്മളാണ് ചെയ്തത് തെറ്റ് മുഴുവൻ. ഈ സമൂഹമാണ് ചെയ്തത്. മലയാളി എന്ന് പറയുന്ന ഈ വർഗമാണ് ചെയ്തത്. നമ്മളെ ഭരിക്കുന്ന ഈ LDF എന്ന് പറയുന്ന, ഈ CPM എന്ന് പറയുന്ന, കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന നായ്ക്കളെ ഭരിക്കാൻ അനുവദിച്ചത് നമ്മളാണ്. അപ്പൊ സർവ്വരോഗത്തിന്റെ സംഹാരം മരുന്ന് നമ്മൾ തന്നെ കണ്ടെത്തണം. കാര്യം നമ്മൾ തെളിച്ച വഴിയിലൂടെയാണ് നമ്മൾ ഇതൊക്കെ അനുഭവിക്കുന്നതെന്നുള്ള ധാരണ വേണം. ഞാൻ അങ്ങ് കൂടിപ്പം എന്റെ വായിൽ തെറി മാത്രമേ വരുന്നുള്ളൂ. കാര്യം നിന്നെയൊന്നും തെറി പറഞ്ഞിട്ടും കാര്യമില്ല. പക്ഷേ നിന്നെയൊക്കെ അഭിസംബോധന ചെയ്യണമെങ്കിൽ തെറി മാത്രമേ വായിൽ വരൂ. അതാണ് ഇന്ന് കേരളത്തിന്റെ അവസ്ഥ.